ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. 2025 താരങ്ങളുടെ വൻ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ആദ്യം തുടക്കം കുറിച്ചത് മോഹൻലാൽ തന്നെ, പിന്നീട് ദിലീപും, ഇനി വരാൻ പോകുന്നത് സുരേഷ് ഗോപിയുമാണ്. മലയാള സിനിമയിലെ വമ്പൻ തിരിച്ചുവരവ്. മോഹൻലാലിന്റെ തുടർ വിജയങ്ങളെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ: 2024 നേരിട്ട തുടർ പരാജയങ്ങളുടെ ക്ഷീണം തീർത്തുകൊണ്ടാണ് അദ്ദേഹം തുടരെയുള്ള വിജയങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിൽ റിലീസായ 2 ചിത്രങ്ങളിലൂടെ 500 കോടി രൂപയാണ് അദ്ദേഹം ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത്. 2024 2 ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായി തിയേറ്ററുകളിലെത്തിയത്. ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ട വാലിബനായിരുന്നു ഇതിൽ ആദ്യത്തേത്. വലിയ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. വലിയ മുതൽമുടക്കിലെത്തിയ ചിത്രം 29.7 കോടിയാണ് നേടിയത്. ഏതാനും മാസങ്ങൾക്കു ശേഷം ബറോസ് 3D എന്ന ചിത്രവും തിയേറ്ററുകളിലെത്തി. ആ ചിത്രവും തകർന്നടിഞ്ഞു. മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആഗോള ഫൈനൽ കളക്ഷൻ 15.1 കോടിയായിരുന്നു. 2 ചിത്രങ്ങളും തുടരെ പരാജയപ്പെട്ടതോടെ ആരാധകരും അല്പം നിരാശയിലായി. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന താരത്തിന്റെ ബോക്സ് ഓഫീസ് വേട്ട തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ചിൽ തിയേറ്ററുകളിലെത്തിയ എമ്പുരാനെ ഇരു കൈയും നീട്ടിയാണ് മലയാള സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സ്റ്റൈലിഷ് ചിത്രം വെറും 2 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിലെത്തിയത്. 265.5 കോടി ആഗോള കളക്ഷൻ നേടിയ ചിത്രം 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ ഇന്ത്യൻ സിനിമയായും മാറി. തൊട്ടു പിന്നാലെ എത്തിയ തുടരും സിനിമയുടെ പേര് പോലെ തന്നെ വിജയ തുടർച്ചയായിരുന്നു സൃഷ്ടിച്ചത്. കേരളത്തിൽ മാത്രമായി ഒരു ചിത്രം 100 കോടി കളക്ഷൻ സ്വന്തമാക്കി എന്ന വാർത്തയും പിന്നാലെ കേട്ടു. ആഗോളതലത്തിൽ 234.5 കോടി രൂപയാണ് തുടരും എന്ന സിനിമ സ്വന്തമാക്കിയത്. വെറും 2 ചിത്രങ്ങൾ കൊണ്ട് 500 കോടി രൂപയാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയെടുത്തത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യവുമാണ്. പക്ഷേ ഈ വിജയക്കുതിപ്പ് ഇപ്പോഴും തുടരുകയാണ്. അതിന് കാരണമാകട്ടെ 18 വർഷം മുൻപിറങ്ങിയ മറ്റൊരു ചിത്രവും. ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ അൻവർ ഷി സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റിലീസ് ചെയ്തത്. റീ റിലീസ് ആണെങ്കിലും ഒരു പുത്തൻ മോഹൻലാൽ ചിത്രത്തിന് നൽകുന്ന അതേ വരവേൽപ്പ് തന്നെയാണ് ആരാധകർ ഈ ചിത്രത്തിനും നൽകിയത്. 2 ദിവസം കൊണ്ട് 1.5 കോടി രൂപയാണ് ചിത്രം നേടിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 3 ചിത്രങ്ങളിൽ നിന്ന് 500 കോടിക്ക് മുകളിൽ മോഹൻലാൽ എന്ന താരം നേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിജയ തുടർച്ചകൾ തുടരുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ